CPIM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തിന് ഈ കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PV അൻവറിൻ്റെ വലങ്കയായിരുന്ന മിൻഹാജ് അൻവറിനൊപ്പം അൻവറിൻ്റെ കൂട്ടുവെട്ടി തൃണമൂലുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്ത് എത്തിയിരുന്നു. ആ ചടങ്ങിൽ മിൻഹാജിൻ്റെ പാർട്ടിയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മുൻപ് ഇതിനെന്ന് മിൻഹാജിന് മുൻപേ വന്ന കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായ P സരനും ഇതേപോലൊക്കെ തന്നെ ആയിരിക്കുമോ എന്ന രീതിയിൽ ചോദ്യം ചോദിച്ചു. അതിനുള്ള മറുപടിയായിട്ടാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇക്കാര്യം പറയുന്നത്. മിസ്ഡ് കാൾ കൊടുത്തു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന പാർട്ടിയല്ല CPM. CPM-ൽ മെമ്പർഷിപ്പിന് വ്യക്തമായ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് എല്ലാവരും ചെയ്തേ പറ്റും. അത് മിൻഹാജ് ആയാലും P സരനായാലും അത് ചെയ്തേ പറ്റുമെന്ന് വ്യക്തമായിട്ട് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സാധാരണ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന ആൾക്കാർ CPM-ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ എങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് പാർട്ടിയുടെ ഒരു ആലോചന? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-ലേക്ക് നേരിട്ട് വരാനായി പ്രയാസം. CPM-ന്റെ മെമ്പർമാരാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഭരണഘടന അനുസരിച്ച് തന്നെയാണ് പാർട്ടി മെമ്പർമാരാകുക. ആദ്യം പാർട്ടി അനുഭാവി ഗ്രൂപ്പിൽ വരും. പിന്നീട് ഒരു വർഷം കഴിയുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയവരെ പ്രൊമോട്ട് ചെയ്യും. അത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലാണ്. അവിടെ ഒരു വർഷം ആ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിച്ച് അതിലും ഒരു ചർച്ച നടത്തി വിലയിരുത്തിയിട്ടാണ് പൂർണ്ണ മെമ്പറാകുന്നത്. പൂർണ്ണ മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് CPM-ന്റെ ഭരണഘടന അനുസരിച്ച് ഏത് ഘടകത്തിലേക്ക് വേണമെങ്കിലും തിരഞ്ഞെടുക്കണം. അതങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ഓരോ ചുമതലകളിൽ നിർവഹിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിന് CPM-ലേക്ക് നേരിട്ട് വരാൻ ഞാൻ ഈ പറഞ്ഞ കടമ്പകളൊക്കെ മിസ്ഡ് കാൾ അടിച്ച മെമ്പർഷിപ്പ് കൊടുക്കുന്ന പാർട്ടിയല്ല CPM. അതുകൊണ്ട് ആ പ്രയാസം ഉണ്ടാവും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മുടെ പ്രത്യേകത. പക്ഷെ ഞങ്ങളുടെ വർഗഭോജന പ്രസ്ഥാനങ്ങളുണ്ട്. ആ വർഗഭോജന പ്രസ്ഥാനങ്ങളിൽ മിൻഹാജിന് ഏറ്റവും ഉചിതമായതും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സംഘടന ആ നിലയ്ക്ക് പരിഗണിക്കും. അതിനപ്പുറം പാലക്കാട് മണ്ഡലം, ഈ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ കുറേ ഈ ബൈ ഇലക്ഷനിലൊക്കെ പങ്കുവെച്ച കാര്യങ്ങളാണ്. ഇദ്ദേഹം അന്ന് DMK-യുടെ സ്ഥാനാർത്ഥിയായി അൻവർ പറഞ്ഞു ഞാൻ പിൻവലിച്ചു എന്നാണ് ഇപ്പോഴും പറഞ്ഞത്. പക്ഷെ അൻവറിന്റെ ബാക്കിൽ പ്രവർത്തിച്ചൊരു ശക്തിയുണ്ട്, അത് UDF ആണ്. അതും പറഞ്ഞു. ആ UDF-ന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ മുൻ MLA ആയിരുന്നു അതിൻ്റെ എല്ലാം സൂത്രധാരൻ. അദ്ദേഹത്തെ നിർബന്ധിച്ച് നിങ്ങൾ മത്സരിക്കുന്നൊരവസ്ഥ വന്നാൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു വിഭാഗം ഞങ്ങൾ വോട്ട് ചെയ്യില്ല, അതുകൊണ്ട് നിങ്ങൾ പിൻവലിക്കണം എന്ന് UDF-ന്റെ ഉന്നത നേതൃത്വത്തിനോട് ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൻവറിന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി ഇദ്ദേഹത്തിന് പിൻവലിക്കാൻ പറഞ്ഞാൽ അത് ആരാണോ UDF-ന്റെ ഏറ്റവും ഉയർന്ന ആൾ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കൂടി വന്നിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്. അപ്പൊ കാലാകാലമായി അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തകനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തെ പോലുള്ള നൂറുകണക്കിന് ആളുകൾ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും സഹയാത്രികരായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സഹായങ്ങൾ ചെയ്യുക, വോട്ട് ചെയ്യുക, ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് വോട്ട് മാറ്റിക്കുക, ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ. അതിലൊരു പ്രധാനിയാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ അംഗീകാരവും ഞങ്ങളുടെ പാർട്ടിയുടെ വർഗഭോജന പ്രസ്ഥാനങ്ങളിലൂടെ അദ്ദേഹത്തിന് നൽകും. പിന്നീട് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ എങ്ങനെയാവണമെന്നുള്ളത് അത് പരിഗണിക്കും. അതാണ് ഇപ്പോൾ ചെയ്യാൻ. പാലക്കാട്ടെ എങ്ങനെ പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പുതിയ സമീപനം പറഞ്ഞ് എന്താണ് ഉദ്ദേശിച്ചത് അത് പറയുന്നത്. വൈകാതെ പാർട്ടിയിലേക്ക് അതായത് ഞാൻ ഇവിടെ പറഞ്ഞ പ്രൊസീജിയർ അല്ലാണ്ട് വേറെ ഒരു പോംവഴിയില്ല. അതിന് LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സരിന്റെ സാന്നിധ്യത്തിലാണല്ലോ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത്.
സരിനും പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരാൻ ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല, അതിന് കുറുക്ക് വഴിയില്ല. അത് സരിന് ഇപ്പൊ ഇതിനകം തന്നെ എന്നേക്കാൾ കൂടുതൽ ബോധ്യമായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് സരിൻ LDFന്റെ സ്ഥാനാർത്ഥിയായി CPM-ലേക്ക് വന്ന സരിന് എന്റെ ഒരു അഭിപ്രായത്തിൽ എത്ര നേരം അദ്ദേഹത്തിന് അതിലൊരു പ്രയാസം, മനപ്രയാസം ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ടില്ല, ഉണ്ടാകൂല. അതാണ് CPM-ന്റെ പ്രത്യേകത. ഒരു ഘട്ടത്തിലും ഇത്തരം ആളുകളെ ഞങ്ങളെക്കാൾ കൂടുതൽ കരുത്തുള്ള പാർട്ടി കേഡർമാരായി, പാർട്ടി ലീഡർമാരായി കൊണ്ടുവരിക എന്നതാണ്. ഇനിയിപ്പോ ഞങ്ങളേതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി പരിഗണിക്കാതെ പോയാലും ഇത്തരം ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഞങ്ങളെക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് അല്ലെങ്കിൽ ചുമതലയിലേക്ക്, ഉത്തരവാദിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നായിരിക്കും പാർട്ടിയുടെ പൊതുവെ. അതുകൊണ്ട് സരിന്റെ വിഷയത്തിലും അത് തന്നെയാണ്.